അച്ഛൻ വീട് നോക്കാത്ത ആളായതുകൊണ്ട് അമ്മയായിരിക്കും എല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണോ? അച്ഛൻ ഒരു എക്സ് മിലിറ്ററിയാ. ഒരു പട്ടാളക്കാരനാവുമ്പോ രാജ്യസ്നേഹത്തോടൊപ്പം കുടുംബസ്നേഹം ഉണ്ടാവേണ്ടതാണല്ലോ. എന്റെ അച്ഛനെ പോലൊന്നും അല്ല, അമ്മയെക്കാളും പാവെന്നാ പറയുന്ന. എന്നിട്ടാണോ അദ്ദേഹത്തെ കൊണ്ടുവരാത്തത്? നമ്മുടെ വീട് പോലെ അല്ലമ്മേ അവിടുത്തെ വീട്. എല്ലാവരും അവിടുത്തെ അമ്മയെ അനുസരിച്ചാ ജീവിക്കുന്നെ. ലാലേട്ടന്റെ അച്ഛൻ പോലും. അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന വീട് നല്ലതായിരിക്കും മോളെ. അവിടെ മോൾക്കും ഒരു സ്ഥാനം കിട്ടാതിരിക്കില്ല. അമ്മമാര് കുറച്ചൊക്കെ വീടിനെയും വീട്ടിലുള്ളവരെയും കൺട്രോൾ ചെയ്താലേ വീട് നന്നായിട്ട് പോകൂ. അത്തരം അമ്മമാര് എന്തും മുഖത്തടിച്ച് പറയുന്ന കൂട്ടത്തിലായിരിക്കും. അവരെ അനുസരിച്ച് നിന്നാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടില്ല. എനിക്ക് നല്ല ആദിയുണ്ടമ്മേ. അതിന്റെ ഒന്നും കാര്യമില്ല. പറഞ്ഞു കേട്ടിടത്തോളം മോളുടെ അമ്മായിയമ്മയാവാൻ പോകുന്ന ആള് അത്ര കുഴപ്പക്കാരിയൊന്നുമല്ല. പിന്നെ ആ മോനെ വളർത്തിയ അമ്മയല്ലേ. ജയലാലിന്റെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് ആ അമ്മയെ അളക്കാൻ പറ്റും. ഏതായാലും അവര് വരട്ടെ. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത ദിവസം നമുക്ക് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ അവധി ദിവസത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. സസ്പെൻഷനിലായതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അമ്മയ്ക്ക് പോവാം. മോള് ധൈര്യമായിട്ടിരിക്കെ. ജയലാലിന്റെ അമ്മയ്ക്ക് മോളെ ഒരുപാട് ഇഷ്ടപ്പെടും. നാളെ ലാലേട്ടന്റെ അമ്മ വരുമ്പോ ആ അമ്മ ജയിലിലായിരുന്നു എന്ന് പറയാൻ തോന്നരുതേ. ഈ പറയുന്ന ജയലാലിനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അയാളൊരു വ്യക്തിത്വമുള്ള ആളാണെന്ന്. അതുകൊണ്ട് ഇനി ആ ബന്ധം മുറിഞ്ഞു പോയില്ല. ലാലേട്ടന്റെ അമ്മയെ നന്നായി ഭയക്കുന്നുണ്ട് ചേച്ചി. അതിപ്പോ അമ്മായിമ്മമാരെന്ന് പറയുമ്പോ ചെറിയൊരു ഭയമൊക്കെ വേണമല്ലോ മരുമക്കൾക്ക്. എന്നെ പോലെ തന്റെ ഇടം ഇല്ല ചേച്ചിക്ക്. ആ തന്റെ ഇടം ഇല്ലാത്ത ചേച്ചി ഇപ്പൊ ഭർത്താവാകാൻ പോകുന്ന പയ്യനൊപ്പം പുറത്തു പോയില്ലേ. ജീവിതത്തിലേക്ക് ധൈര്യം കൊടുക്കാൻ ഒരാള് കടന്നു വരുമ്പോ നടന്നതൊക്കെ മറക്കും. ഞാനിപ്പോ എന്റെ കുടുംബകാര്യങ്ങളെല്ലാം ചേട്ടനോട് വന്ന് പറയാ. അതൊരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ? ആൾക്കാരെ തല്ലാനും കൊല്ലാനും മാത്രം വന്ന് പറഞ്ഞാ പോരാ. വീട്ടിനകത്ത് നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോ അതും പറയണം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഞാൻ ഇത്രയും അടുപ്പം കാട്ടുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നീയും നീയുടെ അമ്മയും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാ. പെണ്ണുങ്ങളായ നിങ്ങളെപ്പോലെ തന്നെ വേണം. എന്നെപ്പറ്റി നീ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്കൊക്കെ ചേട്ടനെ അറിയാം. അത് നല്ല അറിവായിരിക്കില്ലല്ലോ. ദിയയുടെ അമ്മ എന്നെപ്പോലൊരാളെ കാണുന്നതും സംസാരിക്കുന്നതും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അത് ശരിയാ. ചേച്ചിക്ക് ഒരു അപകടം പറ്റിയതുകൊണ്ട് സുഹൃത്തുക്കളെ സൂക്ഷിച്ച് തെരഞ്ഞെടുക്കണമെന്നാ അമ്മ പറയാറ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഈ പറയുന്ന നല്ല സുഹൃത്തുക്കള് എണ്ണത്തിൽ വളരെ കുറവാ. അതെനിക്കും അറിയാം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇതുപോലൊരു സുഹൃത്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. എനിക്കൊരാള് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാ പിന്നെ ഞാൻ മറ്റാരുടെ ഉപദേശം കേൾക്കാറില്ല. അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സൗഹൃദം ഇതേപടി തന്നെ നിലനിൽക്കും. ചേട്ടന് വേണ്ടാന്ന് തോന്നുന്നവരെ പോട്ടെ.
എന്താടാ? അവനും അവളും തമ്മിൽ അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. ആ ദിയയും ജഗനും തമ്മില്. ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി അവനിങ്ങനെ കൊല്ലാനും തല്ലാനും നടക്കൂ. ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ, ജയിലിൽ വെച്ച് ജഗനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതാ. ഇപ്പോഴവൻ എവിടെയാ താമസിക്കുന്നതെന്ന് ചെറിയൊരു അന്വേഷണം നടത്തി. കടപ്പുറത്തിനടുത്തുള്ള ഒരു കോളനിയില് അവൻ തമ്പിടിച്ചിരിക്കുന്നത്. അവിടെ അവനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുമുണ്ട്. അതുകൊണ്ട് അവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും ഭാഗ്യലക്ഷ്മിയെ പോലൊരു വില്ലേജ് ഓഫീസറുടെ മോള് അവനെ പോലൊരു ഗുണ്ടയുമായിട്ട് പരിധി വിട്ട് അടുക്കുമെന്ന എന്റെ ഒരു സംശയം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എടാ, ഇപ്പോഴത്തെ മിക്ക പെൺകുട്ടികൾക്കും അത്തരക്കാരോടെ താല്പര്യം. അല്ല, അവനെ കാണാനും നല്ല ചേലുണ്ടല്ലോ. പിന്നെ ബുദ്ധിയുള്ള പെൺകുട്ടികള് അവനെ പോലുള്ളവരെ കയ്യിലെടുക്കാൻ പ്രേമം നടിക്കും. അതിനാണ് സാധ്യത കൂടുതൽ. എന്നാലും അവളുടെ തന്റെയുടെ അപാരം തന്നെ. റോഡരികിൽ വെച്ച് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതും ഒരു കൂസലും ഇല്ലാതെ. നിന്നെ അവര് കണ്ടില്ലല്ലോ. ഇല്ല, കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്റ്റൈല് കാണിക്കും. അവളുടെ മുന്നിലിട്ട് എന്നെ തല്ലാൻ വരും. അതാണല്ലോ ഹീറോയിസം. ഇതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആൾക്കാരെയൊക്കെ കാണാൻ ചെറിയൊരു സങ്കോചമുണ്ട്. ഇതുവരെ ഞാനും നീയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങിയത്. തല്ലു കൊണ്ടുപോയ വില പോവും. അതുകൊണ്ട് അത് കൊള്ളാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. അവനെ അവളെയും തമ്മിൽ തെറ്റിക്കാൻ എന്താ ഒരു മാർഗം? എടാ, നീ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ജഗനെ പറ്റി ഒരു അന്വേഷണമൊക്കെ നടത്തിയതാ. പ്രത്യേകിച്ച് എനിക്ക് തല്ലുകൊണ്ടതിന് ശേഷം. പണം കൊണ്ട് വിലക്കെടുക്കാൻ കഴിയാത്തവനെ വരുതിയിലാക്കാൻ വലിയ പാടാ. അത്തരക്കാരെങ്കിലും സ്നേഹിച്ചു പോയാൽ അവരെ വേർപിരിക്കാനും പ്രയാസമാണ്. പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം അവർക്കിടയില്. അത് ചെയ്യുന്നത് നമ്മളാണെന്ന് അറിയുകയും ചെയ്യരുത്. അങ്ങനെ വന്ന ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നെന്ന് വരും. ഇതിനു മുമ്പ് ഇവിടെ വളർന്ന ഗുണ്ടകളെയൊക്കെ നമ്മൾ ഒതുക്കിയ ഒരു രീതിയുണ്ട്. അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരെയൊക്കെ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കും. എന്നിട്ട് സാഹചര്യത്തിനനുസരിച്ച് ചതിക്കും. അതുപോലെ ജഗനുമായിട്ട് അടുപ്പമുള്ള ആരെങ്കിലും കിട്ടിയാൽ മതി. അവനെ ചതിക്കുന്നതിനെ പറ്റി ആലോചിക്കാതെ ഭാഗ്യലക്ഷ്മിയും മക്കളെ എങ്ങനെ കത്തിച്ചു കളയാൻ പറ്റുമെന്ന് ആലോചിക്ക്. ഷീബ എന്ന പെൺകുട്ടിയെ നീ മൃഗീയമായി കൊലപ്പെടുത്തിയപ്പോ ഞാനതിനെ വിമർശിച്ചതാ. ഇവിടെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടാവില്ല. ഇപ്പൊ നീ ആ ഗുണ്ടയ്ക്കൊപ്പം കണ്ടവളെ അതിദയനീയമായി കൊലപ്പെടുത്തിയാലും ആ വാർത്ത ഞാൻ ആസ്വദിക്കത്തേ ഉള്ളൂ. ഏത് കേസിലും തല്ലിയവനല്ല ഒന്നാം പ്രതി, അതിന് കാരണക്കാരനായവനാ. ഇവിടെ എനിക്ക് നിനക്കൊക്കെ തല്ല് കിട്ടിയെങ്കിൽ അതിന് ഉത്തരവാദി അവള് മാത്രം. വക്കീൽ പരീക്ഷ എഴുതി നിയമത്തെ ഉദ്ധരിക്കാനായിട്ട് നടക്കുന്ന വില്ലേജ് ഓഫീസറുടെ ഇളയ മകൾ. ആഹാരമെല്ലാം മൂടി വച്ചിരിക്കുക. തണുക്കും. തണുത്താലും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണല്ലോ ഗംഗ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ പറയണോ? രാഗത്തിന് ഇഷ്ടപ്പെട്ടതേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. കാലിന് നല്ല വേദനയുണ്ട്. രാഗ ഇവിടെ ഉള്ളപ്പോ എന്നും ഞാൻ കാലൊഴിഞ്ഞു തരുമായിരുന്നല്ലോ. ജയിലിൽ കാലുകൊണ്ട് തൊഴിക്കാനല്ലാതെ കാലൊഴിഞ്ഞു തരാൻ ആളില്ലല്ലോ. എന്നെ അവിടെയും ആരും ശല്യം ചെയ്തിട്ടില്ല. അത് പിന്നെ ജയിൽ സൂപ്രണ്ടിനെയും വാർഡനെയൊക്കെ മോൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു. അതിന്റെ ഒരു ബഹുമാനം അവര് കാണിക്കുമല്ലോ. അമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്ന കരുതി ഞാനിവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴല്ലയോ രാഗത്തിന്റെ കാലിനൊരു വേദന തുടങ്ങിയത്.
അമ്മ പരോളിൽ വരുന്നെന്നറിഞ്ഞ് ഞാൻ കുഴമ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ കുഴമ്പിട്ട് രാത്രി ഒന്നുകൂടെ തടവി ഒന്ന് ചൂട് പിടിക്കാം. ആ നാളെ രാവിലെ തന്നെ പെണ്ണിന്റെ വീട്ടിലോട്ട് പോണം. എത്ര മണിക്കാ രാഗം പോകുന്നത്? രാവിലെ 8 മണിക്ക് തന്നെ പോണം. ഞാൻ ഒരു 7:30 തന്നെ റെഡിയാകും. ഞാൻ റെഡി ആവണ്ട, ഞാൻ ഇവന് മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് പോവാൻ സമയം ഉണ്ടായിരുന്നു, ആ സമയത്ത് നിങ്ങൾ പോയില്ല. അത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റ്. ഉറപ്പായിട്ടും തെറ്റ് തന്നെ. ആ അതുകൊണ്ട് ഇനി ചാൻസ് തരില്ല. ആഹാ, അല്ലെങ്കിൽ തന്നെ ഗംഗ കണ്ടിട്ട് എന്തുവാ കാര്യം? പെങ്കൊച്ചിന്റെ വീടും ചുറ്റുപാടും അതിനകത്തുള്ള ആൾക്കാരും കൊള്ളാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കൊള്ളില്ലാന്ന് തോന്നിയ പിന്നെ കള്ളം പറഞ്ഞതിന് ഗംഗക്കായിരിക്കും തിരിച്ചടി കിട്ടുന്നത്. നീ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോടാ എന്നോട്? ഇല്ലമ്മേ. പിന്നെ ഒരു കള്ളം പറഞ്ഞു. എന്ത് കള്ളം? അത് പിന്നെ അമ്മ ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിനു മുമ്പ് മോൻ ആലോചിച്ച പല ബന്ധങ്ങളും ഉറപ്പിന്റെ വക്കത്ത് വരെ എത്തിയതാ. പക്ഷേ അമ്മ ജയിലിലാണെന്നറിയുമ്പം അവരൊരൊറ്റ പോക്ക. അപ്പോ അവരോടൊക്കെ നീ എന്താ പറഞ്ഞത്? അമ്മ കോയമ്പത്തൂര് ചാരുലതയ്ക്ക് കൂട്ടിരിക്കാൻ പോയെന്നാ പറഞ്ഞു. ഇളയ മോൾക്ക് അമ്മ കൂട്ടിരിക്കാൻ പോയി അല്ലേ? അതെ. അമ്മയ്ക്കൊന്നും തോന്നരുത്. നാളെ നമ്മളവിടെ ചെല്ലുമ്പോഴും അങ്ങനെ പറഞ്ഞാ മതി. ഞാൻ എങ്ങനെ പറഞ്ഞാലും ഈ നാട്ടിൽ ആരോടെങ്കിലും നമ്മുടെ കുടുംബത്തെ പറ്റി അവരന്വേഷിച്ച അയലത്തുകാർക്ക് നമ്മളെ നല്ലവരാക്കേണ്ട കാര്യമില്ലല്ലോ. അവര് സത്യം പറയില്ലേ? അവരെങ്ങനെ അന്വേഷിക്കത്തൊന്നും ഇല്ല അമ്മേ. ശരി, പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ അവര് സത്യങ്ങൾ അറിയില്ലേ? അത് പിന്നെ ആ നേരത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവരോട് പറയാം. അമ്മ ജയിലിൽ കിടക്കുന്നത് ഏട്ടത്തിയുടെ അമ്മയും കാരണമല്ലേ? കല്യാണശേഷം അമ്മയുടെ ഭാഗത്തെ ന്യായങ്ങൾ അവരെ ധരിപ്പിക്കാം. ഈ ഒരു കാര്യത്തിൽ അമ്മ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. മരുമകളെ തല്ലിയ ഒരു അമ്മായിയമ്മയുള്ള വീട്ടിലേക്ക് ആരും മക്കളെ വിടാൻ തയ്യാറാവില്ല. അപ്പോ അമ്മ നിനക്കൊരു ബാധ്യതയായി അല്ലേ? അയ്യോ, ഒരിക്കലും ഇല്ല അമ്മേ. അമ്മയുടെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് അമ്മയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാ ഞാനിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. അമ്മയെ ഒരിക്കലും ഭരിക്കാൻ വരാത്തൊരു പെൺകുട്ടിയെ. അതിലൊന്നും എനിക്ക് പേടിയില്ല. മൂത്ത മരുമോളും എന്നെ ഭരിച്ചതൊന്നും അല്ലല്ലോ. ഒരിക്കൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് അവള് പറഞ്ഞു, അതിന്റെ ശിക്ഷയും അവൾക്ക് കിട്ടി. അതുകൊണ്ട് നീ അതൊക്കെ വിട്. എന്റെ വീട്ടില് വന്നിട്ട് എന്റെ മുന്നിൽ കാലുമേ കാലും കയറ്റി വെച്ചിരുന്നോ, ആ കാലെ പിടിച്ച് ഞാൻ നിലത്തടിക്കും. രാഗം പറഞ്ഞതാ ശരി. മതി. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ടാവാം. ആയിക്കോട്ടെ. രാഗം വരാത്തത് കൊണ്ട് രണ്ടുപേര് വെയിറ്റിംഗിലാ. ഭക്ഷണപ്രിയരായ മരുമോനും മോളും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അമ്മ ജയിലിലാണെന്ന് അവരോട് ഞാൻ പറയാത്തത് അമ്മയ്ക്ക് വിഷമായോ? കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് നിനക്കറിയാലോ. വേറൊരു മാർഗമില്ലാത്തോണ്ടോ അമ്മേ അത് പറയാതിരുന്നത്? പെൺകുട്ടിയുടെ വീട്ടുകാരതറിഞ്ഞാൽ തുടക്കത്തിലെ ബന്ധം അലസിപ്പോവും. അമ്മ എന്താ ഈ ആലോചിക്കുന്നത്? അതെന്താ, എനിക്ക് ആലോചിക്കാനും പാടില്ലേ? എന്റെ മനസ്സിലൂടെ പലതും കടന്നു പോകും. പറയാവുന്നതേ നിന്നോട് പറയാൻ പറ്റൂ. അത് മതി മതി. രാഗം വരുന്നതിന് മുമ്പ് നീ ഇതെല്ലാം കൂടെ തിന്ന് തീർക്കോടാ പ്രേമ. കൊറേ നേരമായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയതല്ലേ, പിന്നെ കറികൾക്കൊക്കെ എന്ത് തോന്നുന്നു വിചാരിച്ച് കഴിച്ചതാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? രാഗം കുറ്റമൊന്നും പറയില്ലല്ലോ. കുറ്റമൊന്നും പറയത്തില്ല,
പക്ഷേ മുഖത്തോട്ട് വലിച്ചെറിയായിരുന്ന കൊള്ളാം. അത്രയ്ക്ക് മോശമാണോ? ഏയ് കുഴപ്പമൊന്നുമില്ല അച്ഛാ. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാ നാളെ മുതൽ അടുക്കളയിൽ കയറാൻ അമ്മാവൻ പറയുമല്ലോ. അതുകൊണ്ട് അമ്മാവൻ എന്ത് വെട്ടിക്കൂട്ടി വെച്ചു കൊടുത്താലും അത് നല്ലതാണെന്നേ ഇവള് പറയുള്ളൂ. മോളെ വിളമ്പ്. ചിക്കൻ ഒരു പീസ് ഇങ്ങോട്ടിടൂ. ഓ മതി മതി. ഒരു പീസും കൂടെ ഇട്ടാ കൊള്ളായിരുന്നു. മതി മതി. ഭക്ഷണത്തിന് മുമ്പേ എഴുന്നേക്കണ്ട. ഗംഗ ഇരിക്കേ. ഓ കറികളൊന്നും അത്ര പോരല്ലോ ഗംഗേ. ആ ശരിയാ, ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മായി വരുന്നെന്നും പറഞ്ഞ് കറിക്കകത്തുള്ള ചേരുവകളൊക്കെ കൂട്ടി കറി കുളവാക്കി. അത്രേ ഉള്ളൂ. തീരെ ബോറാണോ രാഗം? തരക്കേടില്ല. ജയിലിലെ ഭക്ഷണം കഴിച്ചു കഴിച്ച് മടുത്തു. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമല്ലേ, അതുകൊണ്ട് സഹിക്കാം. പ്രേമം കഴിക്ക. അമ്മായി കഴിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അതാണല്ലോ പതിവ്. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിങ്ങൾ രണ്ടാളും കണ്ടായിരുന്നോ? ഞങ്ങളെ വിളിച്ചാലല്ലേ പോവാൻ പറ്റൂ. അതെന്താ മോനെ ഇവരെ കൊണ്ടുപോകാതെ? ഇവന് കുറച്ചിലായിരിക്കും. ആര് പോയി കണ്ടാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലേ ഈ കല്യാണം നടക്കൂ. അതുകൊണ്ട് അമ്മ കണ്ടിട്ട് മറ്റുള്ളവർ കണ്ടാ മതി. അതാണ് ശരി. എനിക്കൊരു കഴിവുണ്ട്, അത് അമ്മായിക്ക് അറിയാലോ. ആരെങ്കിലും ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, ഞാൻ കൃത്യമായിട്ടും പറയും അവരെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ വന്ന് ഞാൻ ഹേമയെ പെണ്ണ് കണ്ടപ്പോ അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവള് മതിയെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ? നീ നിന്റെ വീട്ടിൽ നിൽക്കുന്നില്ല, ഫുൾ ടൈം ഇവിടെ തന്നെ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഗംഗയും ജയനും ഹരിലാലിനെ കാണാറില്ല എന്ന് പറഞ്ഞു. നിങ്ങളോ? ഏയ് ഞങ്ങള് പരിസരത്ത് പോലും പോവാറില്ല അല്ലേ? അതെ അതെ, ഞങ്ങൾ ആ പഞ്ചായത്തിൽ പോലും പോവാറില്ല. അവനും അവളോട് ഉള്ളതുകൊണ്ട് ആ പഞ്ചായത്തിനോട് പോലും ഞങ്ങൾക്ക് വെറുപ്പാ. പിന്നെ അനിയനും ചേട്ടനും തമ്മി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അച്ഛൻ പറഞ്ഞത് അമ്മേ സത്യം. വീട്ടിലുള്ളവരെ തമ്മി തല്ലിക്കുന്ന നാവാണ് അളിയന്റേത്. എന്നൊന്നും പറയണ്ട. ഏട്ടന് ഹരിയേട്ടനോട് കുറച്ച് സിമ്പതിയൊക്കെ ഉണ്ട്. ഹരിയേട്ടനല്ല, വെറും ഹരി. അമ്മയെ ജയിലിലാക്കിയ ഹരി. കേട്ടല്ലോ, കേട്ടല്ലോ നീ? കേട്ടു. എല്ലാവരും അങ്ങനെ വിളിച്ചാ മതി, അല്ലാതെ ഏട്ടനൊന്നും വിളിക്കണ്ട. അതൊക്കെ ഞാൻ നാഴേക്ക് 40 വട്ടം പറയുന്ന അമ്മായി. ആരെ കേൾക്കാൻ? അമ്മായി അമ്മാവനോട് ചോദിച്ചല്ലോ രാവിലെ നടക്കാൻ പോവാറുണ്ടോന്ന്. അമ്മാവ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോവും. ആ ഹരിയുടെ വീടിന്റെ പരിസരത്തൂടെ നടക്കുന്നേന്നാ കേട്ടത്. ആ ജയമോൻ പറഞ്ഞതാ സത്യം. ഇവനെ കുടുംബകലകം കാണുന്ന ഇഷ്ടം. കർക്കിടക മാസത്തിൽ ഇവനെ കൊണ്ട് നിത്യേന കർക്കിടക കഞ്ഞി കുടിപ്പിക്കേണ്ടതായിരുന്നു. എങ്കിൽ ഈ ശരീരത്തിനകത്തുള്ള ദുർമേജസ്സും വിഷവുമൊക്കെ ഒന്ന് ഇളകി പോയേനെ. എല്ലാവരും എന്നെ വിശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി അവനെ അവളെയും കണ്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ പറഞ്ഞതിൽ എന്തെങ്കിലും കല്ലുകടി തോന്നിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അപ്പ കാണാം. ഞാൻ അമ്മായിയുടെ അസുരവിത്തിനെയും അവന്റെ ഭാര്യയായ പൂതനെയും കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മായി എന്നെ അങ്ങ് വലിച്ചു കീറും. പക്ഷേ മറ്റുള്ളവരോട് അതേ സമീപനം തന്നെ വേണം.
ജനിച്ചതീ പിന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാ മരണം വരെ മറക്കാത്ത ചില സംഭവങ്ങളുണ്ട്. അത് പോലീസുകാർ വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോയതും പിന്നെ കോടതി കയറിയതും അതിനുശേഷം ജയിലിൽ കിടന്നതും മാത്രമാ. ഇനി രക്തബന്ധത്തിന്റെ പേരും പറഞ്ഞ് അമ്മയെ തിരക്കി ഇവിടെ എങ്ങാനും അവൻ കയറി വന്ന അവന് ഞാൻ കൊടുക്കുന്നത് കൊലച്ചോറായിരിക്കും. അതാരും മറക്കരുത്. ഹലോ ലാലേട്ടാ. ആ അതെ, ഞാൻ നാളെ വരും അമ്മയും കൂട്ടി. ഞാനും അമ്മയും മാത്രമേ കാണൂ. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കണം. അവിടെ അത്യാവശ്യം നീറ്റ്നെസ് ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മ ജയിലിലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പറയണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ വരുമ്പോ അതേപ്പറ്റി ഒന്നും പറയണ്ടെന്ന്.